10-12 വയസ്സിൽ വന്ന് കയറിയാണ് ഞാനിവിടെ. ഇതുവരെ ഒരു കുറവും സുമേഷേട്ടന് ഞാൻ വരുത്തിയിട്ടില്ല. ഒരു മകനുണ്ട്, തിരിഞ്ഞു നോക്കാറില്ല. അതിന്റെ കുട്ടികളെ വരെ നോക്കണം സുമേഷേട്ടനാണ്. അതെ, ഞാൻ മൂപ്പരൊന്ന് പരിശോധിക്കട്ടെ. കേട്ടോ, ഒന്നും വരുത്താൻ കുറവുണ്ടോ സാറേ? എന്തെങ്കിലും കഴിച്ചിനോ? ഒരു കുറ്റി പുട്ടും 2 പപ്പടവും 1 കാപ്പിയും കഴിച്ചു. ഈ മനുഷ്യനോ? അല്ല, നാനേ നിങ്ങളുടെ കാര്യമല്ല, ഇയാളെന്തെങ്കിലും കഴിച്ചോന്നാ ചോദിച്ചേ. ഒന്നും കഴിക്കണില്ലല്ലോ. ഞാൻ ചോറ് വരെ അരച്ചിട്ടാ കൊടുക്കണത്. പക്ഷെ ചുണ്ടിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും തുപ്പുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ശബ്ദം അങ്ങനെ എപ്പോഴും ഉണ്ട്. 12 ആയിപ്പോ. എന്ത് സമയേ? ഞാൻ പൾസാണ് നോക്കണേ. അതെ. ഈ ശബ്ദം എന്താ സാർ അങ്ങനെ എപ്പോഴും? ശ്വാസം മുട്ടലാണ്. സ്ഥിതി കുറച്ച് വസല. എന്റെ ദേവിയെ സാറേ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം നിങ്ങള്. സൂക്കടിക്കാക്കല്ലേ? അല്ല, ആള് പോയ എന്നെ പിന്നെ ഇവിടെ നിർത്തില്ലേ. ഞാൻ 12 വയസ്സിൽ വന്ന കാരണം എന്നെ ഇവിടെ ഇങ്ങനെ കൂടെ കൊണ്ട് നടത്തുകയാണ്. ഒരാൾക്ക് എന്നെ കണ്ടുകൂടാ കാര്യം പറയണോണ്ടേ. അതാണ്, കിടക്കാനും കൂടി ഒരു ഇടം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പേട്ടു പോകും. ഞാൻ ഒക്കെ പഠിച്ചോന്റെ കയ്യിലാ. പ്രാർത്ഥിക്കാം കേട്ടോ. ബാഗ് എടുത്തോളി. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഡോക്ടറെ? ഇമ്പ്രൂവ്മെന്റ് പ്രഷർ അങ്ങേ തലയിലാ. പിന്നെ നല്ല ശ്വാസം മുട്ടില്ല. കംപ്ലീറ്റ് കപ്പം കെട്ടി കിടക്കാണ് ഉള്ളിൽ. നമുക്ക് ഹോസ്പിറ്റലിലോട്ടെല്ലാം കൊണ്ടുപോകേണ്ടി വരുമോ? അല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് ഒന്ന് കൊണ്ടുപോവാം. അവിടെ കൊണ്ടുപോയാൽ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പോലെ. അപ്പോൾ അവിടെ ആകുമ്പോൾ ട്രിപ്പൊക്കെ കയറ്റി വയ്ക്കും ഒരു. ശരി സാറേ. പ്യാരിയേ, സ്ഥിതി വസല. 1.5 വർഷമായി സാറേ അച്ഛൻ കിടന്ന് ഈ വലി തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഒരു ആശ്വാസം. വലിക്കല് ഇതാ നോക്ക്. ഞാൻ വന്ന് കയറിയ കാലം മുതലേ ഉണ്ട്. നല്ല വലിയാണ്. അപ്പോഴേ ഉണ്ട്. ആ വലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും വലിക്കാറില്ല കേട്ടോ. ഈ വീടി തന്നെ ഉള്ളൂ. ശ്വാസം വലിക്കേണ്ട കാര്യമാണ് പറയണത്. അതെ. ശീതള ഒന്ന് വാടച്ചിട്ട് മിണ്ടാതിക്കോ. അപ്പോളേ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ പെയിനും പാലിയേറ്റീവിൽ അഡ്മിറ്റ് ചെയ്താൽ കുറച്ച് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് കുറച്ച് ദിവസം കൂടിയൊക്കെ പോകും. അത് നിങ്ങളിഷ്ടം. സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണതിൽ കുഴപ്പമില്ല. സാധ്യതയൊന്നുമില്ല. കാരണം അത്ര സ്ഥിതി മോശം. അപ്പോൾ കണ്ട വെള്ളം നനച്ച് കൊടുക്കുക എന്നാ പറയണത്. എന്നാ പിന്നെ എന്തിനാ വെറുതെ എല്ലായിടത്തും കൊണ്ടുപോയി കിടക്കണത്? സമാധാനത്തിൽ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ. ആ ഒരു നേരമാണ്. കാരണം പ്രായമായ ആൾക്കാർക്കൊക്കെ അവനാന്റെ പെരയെ കിടന്ന് മരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ കൊണ്ടുപോകണ്ട. ഡോക്ടർ, നമുക്ക് ഈ ശ്വാസം മുട്ടകളുള്ള നെബുലൈസേഷൻ കൊടുത്തു നോക്കാൻ പറ്റൂലേ? വേണം ചെയ്യാം. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇത്രയും ക്രിട്ടിക്കലാണ് കേട്ടോ. പിന്നെ പ്രായം ഉണ്ടല്ലോ അച്ഛൻ അല്ലേ? ഈ ശ്വാസം വലിക്കണത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയണല്ലോ. എന്താ അപ്പൊ ചെയ്യാ? എന്തായാലും അറിയിക്കേണ്ടവരൊക്കെ ഒന്ന് അറിയിച്ചാളി കേട്ടോ. കുടുംബക്കാരൊക്കെ ഒന്ന് അറിയിച്ചാൽ ആയോ കൂടുതൽ ദിവസത്തേക്കൊന്നും പോവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്താ പൈസ? ശരി. എന്താ ചെയ്യാ നീ? നമുക്ക് മണ്ടുവിനെ അളിയനെ വിളിച്ചൊന്ന് അറിയിച്ചാലോ? ഈ 2 ദിവസം ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ ജീവനോടെ ഒന്ന് കണ്ടോട്ടെ. അതുപോലെ മറ്റേ ശശിമാമനെ ഒന്ന് അറിയിക്കണം. മാമന് കാണണമെന്ന് കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അല്ല, അച്ഛനെ വിളിക്കണ്ടേ? ആരാ അച്ഛനെ? അല്ല, നിങ്ങളുടെ അച്ഛനെ വിളിക്കുകയും കുട്ടികളെ. മൂത്ത മകനാണ്. ആ ഒരൊറ്റ മകനുള്ളൂ. അതിനെ വിളിക്ക്. എന്തിന് ആരോഗ്യത്തോടെ ഇരുന്നപ്പോ കാണിച്ചതും പറഞ്ഞതൊക്കെ മറന്നുപോയാ? എവിടെയാണെന്ന് ഓർത്ത് പോയി വിളിക്കാനാണ്. വിളിക്കണ്ട. മനസ്സെന്റെ വന്ന് കാണട്ടെ. അതൊന്നും വരില്ലാന്നേ. ദേ വന്നല്ല മുതല്. സത്യമായിട്ട് വന്നല്ലോ. ഇത് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ടാവും? ആടിയിട്ടുള്ള വരവാണ്. ഇന്നും കഴിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കഴിക്കാൻ പൈസ ഉണ്ട്. ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. സത്യേട്ടോ,
എന്താടാ അന്നേരം കാറ്റ് പോയോ? എന്ത് മെനകെട്ട വർത്താനമാണ് അച്ഛീ പറയണത്? നീ മിണ്ടാണക്കടാ. എന്റെ തന്തേന് ശേഷല്ലേ നിന്റെ അപ്പൂപ്പനായത്. എന്താ തെണ്ണം? ഇങ്ങോട്ട് മതിയപ്പെടാ. നിന്റെ തന്ത ഞാനാണ് അല്ലേ? ആ പക്ഷെ നിന്റെ നിപ്പ് കേട്ട് കഴിഞ്ഞാ എന്റെ തന്ത നീയേ തോന്നൂലോ. എന്റെ തന്ത അല്ല നിന്റെ തന്ത. അല്ല ഞാൻ സിനിമയിലത്തെ സംഭാഷണം പറഞ്ഞാണ്. എന്താണ് സിനിമയിലത്തെ സിനിമ? എന്ത് സിനിമ? അല്ല സിനിമയിലത്തെ സംഭാഷണം. എടാ അച്ഛൻ അവിടെ കിടത്തിന്ന് പറയണ. അച്ഛനകത്താണ്. അതോ? ഓ ആ അതാ കാണിക്ക്. നീ അങ്ങാട് ചെല്ലണ്ട. ഡോക്ടർ 2 ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൂപ്പനി. ഇപ്പൊ തന്നെ എടുപ്പിക്കണ്ട. മുമ്പിൽ വന്നിട്ട് വരി സത്യേട്ടാ. അതെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. വരി. അതിനെ ആദ്യ കൊല്ലാനാണ്. കഷ്ടം. നമ്മുടെ അപ്പൂപ്പന് പറ്റിയ ഒരേ ഒരു തെറ്റ്. അച്ചോ മിണ്ടാനൊന്നും വൈകില്ലേ? മിണ്ടാനൊന്നും വൈകില്ല. ഒന്നും പറയാറൊന്നുമില്ല. ഒന്നും പറയണ്ട. ആയ കാലത്ത് നല്ലോണം പറഞ്ഞിട്ടുണ്ട് എന്നെ. അവിടെ കിടക്കട്ടെ. ഞാനാ സത്യശീലനാ. ആകെയുള്ള ഒരു മകനാണ്. തന്തങ്ങനെ വലിച്ചു കിടക്കണ സമയത്ത് ആ മകൻ വന്നൊന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പൊ അതിന്റെ ഒരു മോശത്തരം കൊണ്ട് ഞാൻ ഇറങ്ങിയതാ, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അച്ഛാ അച്ഛ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. സുഖമില്ലാതെ കിടക്കല്ലേ. നടക്കടാ. ഞാൻ പറയണത് കേൾക്കണുണ്ടോ? നമ്മുടെ വീടിന്റെ ആ സ്ഥലത്തിന്റെ ഒക്കെ ആധാരം ഇരിക്കണത് എവിടെ? അലമാരയിൽ തന്നെയാണോ? അത് വേറെ എവിടേക്കെങ്കിലും സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടോ? വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എവിടുന്നേലൊക്കെ തെരഞ്ഞെടുക്കാം. എന്തായാലും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ. അതെ, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഒന്നും മിണ്ടാണക്കട അവിടെ. 2 ദിവസം കൂടി ഉള്ളു. ആ പാവം സമാധാനമായിട്ടൊന്ന് കിടന്നോട്ടെ അവിടെ. ഓ രണ്ടാ പാവം. എടാ എന്റെ തന്തയാണിത് കേട്ടാ, അല്ലാതെ നിങ്ങളുടെ തന്ത അല്ലല്ലോ. എനിക്കില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതൊന്നങ്ങട് കാറ്റ് പോട്ടെ. ഈ വീടിന്റെയും സ്വത്തിന്റെയും മുഴുവൻ അവകാശം ഞാനാ. നമുക്ക് ആലോചിക്കാം. ഇത് ആലോചിക്കാനൊന്നുമില്ല, അത് ലോക നിയമമാണ്. ശീതളേട്ടാ ഒന്ന് വിളിച്ചോണ്ട് പോ. ശീതളേട്ടാ അതെ, ഒരു മിനിറ്റ്. ഡോക്ടർ നോക്കിയതാണ്. സ്വർണത്തിന്റെ മോതിരൊക്കെ കിടക്കണ്. എന്തായാലും പോകുന്നത് വരെ കിടക്കട്ടെ അല്ലേ. പെട്ടെന്ന് പോവില്ല, 2 ദിവസം കൂടെ കിടക്കും. അച്ഛാ എന്തായാലും വേഗം നോക്കട്ടോ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പപ്പാ കാര്യമാക്കണ്ട കേട്ടാ. വെള്ളമാണ്. ശീതള, ഓ ഈ ഭാഗത്ത് നല്ല ഒരു ഒന്നാന്തരം തേക്ക് നിന്നായിരുന്നല്ലോ. അത് ആ കുരുത്തം കണ്ട തന്ത വെട്ടി വിറ്റൂലേ? അല്ല സത്യേട്ടാ, അത് ഈ ഏതക്കിലല്ല, അങ്ങേ തലക്കിൽ ഏതക്കിലാണ്. എവിടെ? അപ്പുറത്തില്ലേ, അപ്പുറത്തെ വശത്താണ്. 11 ഉണ്ട് തേക്ക്. ഓ അപ്പൊ ഇവിടെ തേക്ക് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ തേക്കല്ല, അത് കൊടംപുളിയുടെ ഒരു മരല്ലായിരുന്നു. അതെ. ഓ അതിന് പോട് വന്നിട്ട് പിന്നെ മറിഞ്ഞു വീണു. ഓ നീ ഇപ്പോ ഏത് കാലത്ത് വന്നത് അവിടെ? എന്താ 48 വയസ്സിൽ വന്ന് കേറിയല്ലേ ഞാനിവിടെ. 48 വയസ്സിലോ? അല്ല അച്ഛനെ. അച്ഛന്റെ വയസ്സല്ലടാ എന്നോട് ചോദിച്ചു. നിന്റെ ഞാൻ 12 വയസ്സിൽ വന്ന് കേറിയാണ് ഇവിടെ. അല്ലേ? ഓ ഈ 12 വയസ്സ് മുതൽ നീ ഈ കാലത്തിനിടയ്ക്ക് സമ്പാദിച്ചത് എന്താ? എന്ത് സമ്പാദിക്കുന്നത്? കുറെ വാഴ വെച്ചുണ്ടാക്കിന്നല്ലാണ്ട് എന്ത് സമ്പാദിക്കുന്നതാണ്? ഉള്ള കാര്യം പറയാലോ സത്യേട്ടാ. ഞാൻ നോക്ക്, സത്യേട്ടൻ പാവാണെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ സംഗതി നിങ്ങളുടെ അച്ഛനാണ്.
ഉള്ള കാര്യം പറയാലോ, ആ പേരട്ട കളവൻ അതിന്റെ പൈസ എനിക്ക് തരില്ല. എത്ര നാളായി നാം അവിടെ നിന്ന് പണിയണത് അല്ലേ? മാസം കറക്റ്റ് പൈസ നോക്ക്. വാടക വീട്ടിൽ കിടക്കണ എന്റെ തള്ളയ്ക്ക് അയച്ചു കൊടുക്കും. എന്നാലും എനിക്ക് നയാ പൈസ തരില്ല, പെണ്ണും കെട്ടിക്കില്ല. നീ ഒരു കാര്യം ചെയ്തോ, എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ശമ്പളവും തരും, ഓ പെണ്ണും കെട്ടിച്ച്. എന്താ ഈ കേൾക്കുന്ന ദൈവം? എന്റെ ദൈവമാണ് സത്യേട്ടൻ. ഓ അട്ടാ പിന്നെന്താണ്? ആ ആരാപ്പി വരുന്നത്? സുഖേട്ടനും രാഘവേട്ടനും. രണ്ടരപ്പാളികൾ. സത്യം വന്നൂലേ? ആ ഞാനിപ്പോ വന്നു പോയി ആകെ ആര് നോക്കാനാണ്? കൂട്ടുകാരൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാവും. ചത്തിട്ടില്ല, വലിച്ചു വലിച്ചു കിടക്കുക. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എങ്ങനെ സംസാരിക്കണം സുഖേട്ടാ? നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുറു 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 എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്. അല്ല, അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യമില്ലേ, ഇപ്പൊ പ്രായമായിരിക്കല്ലേ. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റും, പക്ഷെ സത്യശീലം മറക്കില്ല. ഞാനിതാണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, മരിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൽ അടക്കം ചെയ്യണം. നടക്കില്ല, അത് നടക്കില്ല. എന്തേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാല് ഈ കണ്ട സ്വത്തിന് മൊത്തം അവകാശിയായിട്ടുള്ള ഞാൻ തീരുമാനിക്കും എന്റെ ഭൂമിയിൽ എന്തൊക്കെ വേണം, എന്റെ ഭൂമിയിൽ എന്തൊക്കെ വേണ്ട. അതെ, ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഈ ഭൂമി വിൽക്കണം എന്ന് തോന്നിയെന്ന് വിചാരിക്കും. ആ സമയത്ത് ഒരാളെ ഇതിനകത്ത് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കിട്ടില്ല. കിട്ടില്ലേ? ഉറപ്പായിട്ടും കിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് വെക്കല് നടക്കില്ല. പിന്നെ നമുക്ക് വല്ല പൊതു ശ്മശാനത്തിന് കൊണ്ടുപോകാം, അതാ നല്ലത്. ശ്മശാനത്തിലോ? അല്ല, അവിടെ ഇപ്പൊ കറണ്ടിന്റെ ഉണ്ടല്ലോ. അതെ, അതിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും, അവിടെ തീരും. അത്രയുള്ളൂ. അല്ല സത്യ, കണ്ട സ്വത്തൊക്കെ ഉണ്ടായിട്ട് ഈ വയസ്സുകാലത്ത് മരിച്ചു കഴിഞ്ഞാൽ ശ്മശാനത്തിലൊക്കെ കൊണ്ടാക്കിയാ പറഞ്ഞ നാട്ടുകാരറിഞ്ഞ മോശല്ലേ? തെണ്ടികളോട് പോകാൻ പറ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കള്ളുകൂടിയനാണ്, കഞ്ചാവ് വലിക്കാരനാണ് എന്നും പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ സമയത്ത് നാട്ടുകാർ ഈ പറയുന്ന തെണ്ടികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഒരക്ഷരം എനിക്ക് അനുകൂലമായിട്ട് ചെയ്ത് ശരിയല്ല ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഒറ്റാളും പറഞ്ഞില്ല. അപ്പോ ഈ തെണ്ടികളെ മുഴുവൻ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിക്കും. എന്തിന്? അച്ഛൻ മരിച്ചിട്ട് അടിയന്തരത്തിനടാ. അടിയന്തരത്തിന് വന്നു പോയിക്കോട്ടെ. അങ്ങനെ അപ്പൊ നാട്ടിലുള്ള എല്ലാ തെണ്ടുകളെയും ഞാൻ വിളിക്കും, നിങ്ങളെയും വിളിക്കും. എല്ലാവരും വരിക. 3-4 തരത്തിലുള്ള പായസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ സജഷനൊക്കെ പറയാം. പറ്റുമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കും. അപ്പൊ എല്ലാവരും വരിക, എന്നിട്ട് നക്കുക, മൂടും തട്ടി തിരിച്ചു പോവുക. അങ്ങനെ വരുന്നു. വേറെ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ? എന്താ രാവട്ടാ, ഞാൻ പറഞ്ഞതിൽ വരെ തെറ്റുണ്ടോ? ഒരു തെറ്റൂല. അതെ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന് അച്ഛൻ പോയി പോയി പോയി. എന്താടാ പോയാ? ആരെങ്ങും പോയില്ലേ? അത് മണ്ടുമോള് വന്നിട്ട് അപ്പൂപ്പനെ കണ്ട വിഷമത്തിൽ കരയണേ. എന്താ അവളുടെ ഒരു വിഷമം? മനുഷ്യന്റെ നല്ല ജീവൻ പോയി. കുഴപ്പമൊന്നുമില്ലപ്പോ. ഒരു കുഴപ്പമില്ല. എത്ര കാലം ഇതിങ്ങനെ വലിച്ചു കിടക്കുന്നാവും. ഒരാൾക്കാരുടെ മനസ്സിരിപ്പ് കണ്ടില്ലേ? എന്താ മനസ്സിലിരിപ്പ് കുഴപ്പം? മനസ്സിലിരിപ്പിന് എന്താ പ്രശ്നം? വെറുതെ അതൊന്നും പറയാതെ ഇങ്ങനെ നല്ല പ്രായത്തിൽ നല്ലൊരു നോക്കിയില്ലേ? വേണ്ട. ഈ നാടകങ്ങളൊന്നും മോളെ അച്ഛൻ്റെ അടുത്ത് വേണ്ട. അത് ഇവിടെ ചെലവാവില്ല കേട്ടാ. അച്ഛനറിയാം അച്ഛന്റെ മക്കളൊക്കെ ഏത് തരം ജാതിയാണ്. ഇതിപ്പോ എന്താ വെച്ചാ അകത്ത് കിടക്കുന്ന ആ തന്തകടി ചത്തു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ എന്റെ പേരിലാവും. അപ്പൊ അതിന്റെ വിഹിതം പറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഈ വക നാടകം കേടുകള്. അതൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. പറഞ്ഞ മനസ്സിലായത്? അച്ഛാ, മണ്ടുന്റെ അച്ഛന്റെ മണ്ടുമോള് കരഞ്ഞു മരിക്കും. ശരിക്കും കരയും. നോക്കണം, നാടകം കളിക്കുന്നല്ല. നോക്ക്, നാണുണ്ടോടാ നാട്ടിൽ? കാണ്ടിന്റെ മുമ്പിൽ പറയുന്നത് ഈ പോലെ വാക്കും കേട്ട് നീയെല്ലാം നടക്കടാ. പേങ്കോന്ത മരുവാനത്രേ. കുഴപ്പമില്ല സത്യേട്ടാ, അത് കളർ താണല്ലോ, അറിയില്ലേ? അതെ, നിങ്ങളുടെ ഒന്നും മനസ്സിലിരിപ്പം നടക്കില്ല. എല്ലാവരും അറിയിക്കൊള്ളണം. ഒക്കെ അറിയുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് സത്യ എന്താ ഈ പറയണത്?
ഒരാൾ അങ്ങടെ കൂടെ വെച്ചിട്ട് കിടക്കല്ലേ ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെ സുഖതേട്ടാ, ഇത് എന്റെ മണ്ണാണ്. എന്റെ മണ്ണിനകത്ത് നിന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. സത്യ പറയുന്നു കേൾക്ക്. അയ്യേ, ഞങ്ങൾ നിങ്ങളെ വർത്തന എനിക്ക് കേൾക്കണ്ട. രാഘവേട്ടാ, നിങ്ങൾ ഈ അച്ഛൻ പറയുന്ന ഭ്രാന്തൊന്നും കേൾക്കണ്ട. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നീ ആരാടാ? നീ ആരാ? നിന്റെ മകനാണ് അത് മനസ്സിലായിക്കോ. അത് മകനത് മനസ്സിലായിക്കോ. കാര്യം പറയാതെ പരിസരത്ത് ആൾക്കാരല്ലോ ഇവിടെ വന്നിട്ട് ആവശ്യമില്ല ആൾക്കാർ അച്ഛന് ഈ സ്വത്തൊക്കെ കിട്ടുമെന്ന് ഓർത്ത് അഹങ്കരിക്കാതെ അച്ഛനാണോ ഞാൻ ഓർക്കില്ലടാ. ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. മക്കള് എന്നോട് വന്നാ മതി. കുറെ നേരം എന്റെ മണ്ണ് എന്റെ മണ്ണിലാണ്. ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എന്താ വിളിച്ചു പറഞ്ഞു? സുമേഷ് മാമോ, കേട്ടില്ലേ ബഹളങ്ങള്? ഇതാണ് അന്ന് പറഞ്ഞത്. എന്താ ഉള്ളത് വെച്ചെങ്കിൽ എനിക്ക് എന്നെ അങ്ങോട്ട് എഴുതി തരികയെന്ന് വെച്ചാൽ ഇപ്പം ഈ ബഹളമൊക്കെ വല്ലതും കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അനുഭവിച്ചോ? വേണ്ട സമയത്ത് ഒരുത്തിനും നോക്കണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതാ ചാവാറായെന്ന് പറഞ്ഞിട്ടോ കൂടി വന്നിരിക്കുകയാണ്. സുമേഷ് മാമോ, ഇതാ ഇപ്പോഴും നേരമൊന്നും വൈകിട്ടില്ല. എനിക്ക് ആ തള്ളവരിൽ മാത്രം മതി ഒന്ന് ഒപ്പിടാനേ. കേൾക്കുന്നുണ്ടാവുന്നു. സൂതായിട്ട് ഈ സാധനത്തിനെ പിടിച്ചോണ്ട് പോകണ്ടേ? രാവിലെ എന്റെ മക്കളെ ഞാൻ പറഞ്ഞത് എന്റെ മക്കളെ ഇങ്ങനെ ഒരു തന്തയില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താ അവകാശം? ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ മൂന്നെണ്ണം. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കിടക്കില്ല സത്യം ഒന്നും മിണ്ടാതിരിക്ക്. ശരി, എന്റെ മണ്ണെന്ന് എല്ലാവരും അറിയിക്കോ. അതാ നല്ലത് നിങ്ങൾക്ക്. ഞാനൊന്നും ചെയ്തില്ല. ഈ ആദ്യം വർത്താനം പറഞ്ഞ അറിയാലോ അങ്ങനെ പറയുന്നത്. എന്റെ മണ്ണിൽ നിന്ന് മര്യാദക്ക് നിങ്ങൾ ഇറങ്ങിക്കോ. അപ്പൊ നിങ്ങൾക്ക് ദോഷം വരില്ല. അച്ഛനൊന്നും മിണ്ടാതെ അവിടെ എങ്ങനെ പോയിന്നേ? എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ മണ്ണിയെ നന്നാക്കിയാ കുത്തി കയറ്റി. തന്നു കേട്ടാ. അടിയിട്ട് നിനക്കട്ടാ. മണ്ടുരച്ച വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. പോലെ സുഖലായിരിക്കണാണ് അവരത്. ഇയാളെ മേടിക്കും എന്റെ അടുത്ത് നിന്ന്. ഒരു കാര്യം ചേട്ടാ, പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. പോലീസിനെ വിളിക്കും. പോയത് എന്റെ വീടാണ്. ഇതെന്റെ വീടാണ്. ഇവിടെ ഞാൻ പറയണ കാര്യങ്ങളെ ഇവിടെ നടക്കൂ. അത് നടത്താൻ ഞാൻ സമ്മതിച്ചു. കാണാം. ഞാൻ സത്യശീൽ. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കും ഇവിടെ. എന്റെ മണ്ണ് എന്റെ അച്ഛൻ്റെ ചാവട്ടാ. അച്ചടി ചത്ത പിന്നെ ഈ സ്വത്തൊക്കെ എനിക്കാണ്. എന്നോടാണ് കുറക്കാൻ വരുന്നത് ചേട്ടകള്.